നമസ്കാരം, എൻ്റെ പേര് രാഹുൽ എന്നാണ്. IPL ബയോളജിക്കൽസ് എന്നാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് തെങ്ങിൻ്റെ അകത്തുള്ള കാണ്ടാമൃഗ വണ്ട്, അതായത് കൊമ്പൻ ചെല്ലി അല്ലെങ്കിൽ ഒറൈറ്റസ് റൈനോസെറസ് എന്നുള്ള സ്പീഷീസ് പെടുന്ന നമ്മുടെ തെങ്ങിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈൽഡിനായാലും ശരി തെങ്ങിൻ്റെ ഗ്രോത്തിനായാലും ശരി ബാധിക്കുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പെസ്റ്റാണ്. ഇതാണ് ആള്. ഇത് വെച്ചാൽ നമ്മളുടെ തെങ്ങിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ കുരൾ, അതായത് നമ്മളുടെ തെങ്ങിൻ്റെ മണ്ടേനെ മൊത്തമായിട്ട് കാർന്ന് തിന്നിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുക. ഈ ഒരു എന്താ പറയുക, ഈ ഒരു കൊമ്പ് പോലത്തെ നമ്മുടെ കാണ്ടാമൃഗത്തിൻ്റെയൊക്കെ കൊമ്പ് പോലെയുള്ള ഈ ഒരു കൊമ്പ് പോലത്തെ വസ്തു വെച്ചിട്ടാണ് ഇത് തുരന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ഇതേപോലെയുള്ള ചാഫുകളെല്ലാം എന്താ വെച്ചാൽ എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇട്ടിട്ട് അതിനെ മൊത്തമായിട്ട് തുരന്ന് നശിപ്പിക്കുകയാണ് ഇത് പൊതുവേ ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നം നമുക്ക് തെങ്ങിൽ വന്നു കഴിഞ്ഞാൽ തെങ്ങിൽ ഇതേപോലെയുള്ള V-ഷേപ്പ് ആയിട്ടുള്ളൊരു കട്ടിങ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ തെങ്ങിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പ്രാരംഭഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ തെങ്ങിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മട്ടൽ, അതേപോലെ തന്നെ തെങ്ങിൻ്റെ മണ്ട, അതായത് കുരൾ, നമുക്ക് ഈ നിൽക്കുന്ന കുരളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് എന്താ വെച്ചാൽ ഇതേപോലെ ഓട്ടയാക്കിയിട്ട് നശിപ്പിച്ചിട്ടായിട്ട് നമുക്ക് കാണും. അതായത് നമ്മൾ ഫുള്ള് ഹോൾസ് ആക്കിയിട്ട് ഇടുന്നതായിട്ടാണ് നമുക്ക് കാണുക. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ സംഗതികളും ഇത് തുറന്ന് പുറത്തേക്ക് ഇടുന്നതുകൊണ്ടാണ് അതങ്ങനെ കാണുന്നത്. അപ്പം ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക, രണ്ട് രീതിയിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന് മെക്കാനിക്കലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും, ബയോളജിക്കലായിട്ട് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും, നമുക്ക് കെമിക്കലായിട്ടും കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു തെങ്ങിൻ്റെ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് ഇവന്മാർ ഏറ്റവും കൂടുതലായിട്ട് മുട്ടയിടുന്നതും അതിൻ്റെ പ്രജനനം നടത്തുന്നതുമായിട്ടുള്ള അടുത്തുള്ള നമ്മുടെ ഈ തെങ്ങുതോട്ടത്തിൻ്റെ അടുത്തുള്ള മാനുവർ പിറ്റിലാണ്. അതായത് ചാണകക്കുഴിയോ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും കമ്പോസ്റ്റിങ്ങോ അതേപോലെ ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്താണ് ഇവന്മാർ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബയോളജിക്കലായിട്ടുള്ള മെറ്റാറൈസി അനോസിയപ്ലിയ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗ്രീൻ കളർ മസ്കാരി ഫംഗ എന്ന് പറയും. ആ ഒരു ഫംഗേനെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 5 ml per ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ മാനുവർ പിറ്റിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരുടെ മുട്ട, അതേപോലെ തന്നെ ലാർവ, പ്യൂപ്പ, ഇത്രയും സ്റ്റേജ് 3 സ്റ്റേജ് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അതിനെ മൊത്തമായിട്ട് കൊന്നു നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് നമുക്ക് മാനുവർ പിറ്റിൻ്റെ അത് ചെയ്യുക. നമ്മളുടെ പ്രജനന കാലത്ത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. ഈ ഒരു കാലം എന്ന് പറയുന്നത് നമ്മളുടെ ഏകദേശം സെപ്റ്റംബർ മുതൽ ഈ ഒരു ഡിസംബർ വരെയുള്ള ഒരു കാലം എന്ന് പറയുന്നത് ഇവന്മാരുടെ ഏറ്റവും കൂടുതൽ ശല്യം നമ്മുടെ തെങ്ങുകളിൽ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും ഇതിനെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇനിയിപ്പോൾ തെങ്ങിൻ്റെ കേസിൻ്റെ അകത്ത് തെങ്ങിൽ ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ അത്രയുള്ള ഒരു ഭാഗത്ത്, തീപ്പെട്ടിക്കൂടിൻ്റെ അകത്ത് നിന്നാണ് പറയുക, തീപ്പെട്ടിക്കൂടിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുന്ന അത്ര മണൽ, ആ മണലിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സെവിഡോൾ 80g എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കുരലിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ ബയോളജിക്കലായിട്ട് പോകുന്ന സമയത്ത് മെറ്റാറൈസി അനോസിയപ്ലിയെ അതേപോലെ തന്നെ ബാസിലസ് തുറിഞ്ചിയൻസ്, ഈ രണ്ടും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ഗ്രാം അല്ലെങ്കിൽ 5 ml per ലിറ്റർ എന്നുള്ള രീതിയിലാക്കിയിട്ട് ആ ഒരു വെള്ളം അത് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തേക്ക് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവന്മാർ ഇതേപോലെയുള്ള ഹോൾസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് കൂടി ഫംഗസ് വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ഫംഗിസൈഡും കൂടി നമുക്ക് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഇൻസെക്ടിസൈഡ് പ്ലസ് ഒരു ഫംഗിസൈഡ് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്തുള്ള ആൾക്കാർ ഉള്ളിലേക്ക് ഉണ്ട് എങ്കിൽ അവന്മാരെ ഫുള്ളായിട്ട് നമുക്ക് തുടച്ച് നീക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബയോളജിക്കൽ കൺട്രോൾ. അപ്പോൾ ആ ബയോളജിക്കൽ കൺട്രോളിൻ്റെ നമ്മൾ ഉപയോഗിക്കേണ്ട ആൾക്കാരാണ് ഞാൻ പറഞ്ഞ മെറ്റാറൈസി അനോസിയപ്ലിയെ, അതല്ലെങ്കിൽ ബാസിലസ് തുറിഞ്ചിയൻസ്. ഇവരെ ആരെങ്കിലും ഒരാളെ 5 ml 5 ഗ്രാമോ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മറികടക്കാൻ പറ്റും. ഈ ഒരു കാര്യം നമ്മളുടെ പ്രേക്ഷകരുമായിട്ട് പിന്നെ എന്താ പറയുക എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോൻ്റെ അത് കാണാം. നന്ദി, നമസ്കാരം.